Hi Metropolis viewers, this is Suraj reporting from the southern part of India, Kerala. Today we are going to meet a person who is going to marry soon. The difference is, he is going to select his bride today and you will get shocked when you see his bride. ഈ അന്വേഷണ കല്യാണാലോചനകളൊക്കെ എങ്ങനെയാ വരുന്നുണ്ടോ? പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും തീരുമാനം കിട്ടിയിട്ടില്ല. പിന്നെ എന്താ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നങ്ങൾ? ഒന്നും അറിയാൻ പാടില്ല എനിക്ക്. തടസ്സത്തിന്റെ നമ്മുടെ ഒരു കുഴപ്പവും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പൈസ എത്രയുണ്ടെന്നറിയാവോ? അവർക്ക് പണ്ടേ അവന്റെ ഒപ്പമുള്ളവരൊക്കെ കല്യാണം കഴിച്ച് ഒക്കെ പ്രായമായ പിള്ളേരും ആയിട്ടുണ്ട്. ഇവര് മാത്രമേ ഇതുള്ളൂ. എന്റെ ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുക ഏത് സമയം എന്റെ മോനൊരു നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ മതിയേ. എനിക്ക് എന്നെ ഒരു സമാധാനത്തിന് കിട്ടാനുള്ളത് അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ മോന് വേറെ ഒരു കാര്യത്തിനോട് ഞാൻ പുറപ്പെട്ടു കാര്യം പറയില്ല. എൻ്റെ മോനെ എനിക്ക് എപ്പോഴും എന്നെ പൊന്നു പോലെ എൻ്റെ മോൻ. എനിക്കൊരുപാട് വിവാഹങ്ങളൊന്നും ഒന്നും നടക്കില്ല. അതിന് കാരണം ജോത്സ്യം ചോദിച്ചപ്പോൾ ജോത്സ്യം പറഞ്ഞെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാലാണ് അതിൻ്റെ ഇത് മാറുള്ളൂ. പിന്നെ എനിക്ക് 10-31 വയസ്സായി. കല്യാണം കഴിക്കണം. എനിക്ക് വലിയ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരു കൂട്ട് വേണം. അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ആണ് എല്ലാ കല്യാണം വന്നതെല്ലാം മാറിപ്പോവുക. അതാണ് ആകെ പ്രശ്നമായിരിക്കണം. ഇപ്പൊ അങ്ങനെ ഒരു പരിഹാരം ജോത്സ്യം പറഞ്ഞേക്കണത് ഇതാണ്. അത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ചെയ്യുമ്പോൾ ഇതിന്റെ ദോഷം മാറുകയായിരിക്കും. എന്താ പരിഹാരം നിർദ്ദേശിച്ചത്? കല്യാണം കഴിക്കുക, അതാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷം മാറിപ്പോകും. മാറിപ്പോകുന്ന ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ട്? ശരി, +2 വരെ. അപ്പൊ ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം ഉണ്ട്. ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒന്നും നടക്കണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആരാലും വിശ്വസിച്ചു പോകും. നമസ്കാരം, എന്റെ പേര് സുഭാഷ്, ജ്യോത്സ്യനാണ്. ഒരു 30 വർഷമായിട്ട് ഈ രംഗത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പല കാര്യങ്ങളും വരാറുണ്ട്. പലരും ഇതുപോലെ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. വലിയ തെറ്റ് വന്നിട്ടില്ല. ഈ പശുവിനെ വിവാഹം കഴിക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. കാരണം ഇതിനു മുമ്പ് പല ഞാൻ ഇങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇത് പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ ഇത് മറ്റുള്ള പല മാർഗങ്ങളും നോക്കിയിട്ടും ഇതേ പറ്റുള്ളൂ പ്രശ്നവശാൽ കണ്ടത് കൊണ്ടാണ് നിർദ്ദേശിക്കാൻ കാരണം. പല കുട്ടികളുടെയും ജാതകമായിട്ട് പൊരുത്തം നോക്കുമ്പോൾ പാപസാമ്യവും പൊരുത്തവും കാര്യങ്ങളും എല്ലാം ശരിയായി വരുന്നു. ചില മിക്കവാറും ഔട്ടായി പോകും. പിന്നെ ശരിയായി വരുന്നത് ഒത്തു നോക്കിയുമ്പോൾ വരുന്നവർ വന്നുകൊണ്ട് ഇഷ്ടപ്പെടാതെ അവർ മാറിപ്പോകുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ നടക്കേണ്ട ടൈം കഴിയും. ഈ ഒത്തിരി ജാതകങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ, മറ്റു രീതിയിലൊന്നും നോക്കാം എന്ന് തോന്നിയതിന്റെ പേര് വിളിച്ചിട്ട് ഇവര് വരാൻ പറഞ്ഞു. ഒരു ദിവസം വരാൻ വിളിച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കാം എന്ന് തോന്നി. പ്രശ്നവശാൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ 7ാം ഭാവം വളരെ മോശമായിട്ടാണ് കണ്ടത്. ഈ കർക്കിടകം രാശിയുടെ 7ാം ഭാവം എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. 7ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യസ്ഥാനം. ഈ ഭാര്യ ഇന്ന് നിൽക്കുന്ന ഗ്രഹം നോക്കി കഴിഞ്ഞാൽ ശുക്രനും ഗുളികനുമാണ്. ഇപ്പൊ ശുക്രന് ഭാര്യ കാരകനാണ്. കാരകൻ കാരകസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എതിർഫലം ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല അവിടെ ഗുളികയോഗം കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു യോഗം വന്നതിന്റെ പേരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഇനി ഒരു വിവാഹം നടന്നാൽ തന്നെയും ഭാര്യയ്ക്ക് ആയുസില്ല എന്നുള്ളതാണ്. ഗുളികന്റെ യോഗമുള്ളതുകൊണ്ട്. ഈ എന്താണ് പരിഹാരം, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാല് പൂർവ്വകാലം എടുത്ത് ചിന്തിക്കാൻ പറയും. അപ്പൊ മുജ്ജന്മത്തില് ഇദ്ദേഹം ഇതുപോലൊരു പശുവിന് ഗോഹത്യാപാപം നടത്തിയിരുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തില് ഒരു ഗോഹത്യാപാപം വന്നിട്ടുണ്ട്. ഈ ഗോഹത്യാപാപത്തിന് പരിഹാരം എന്നാ? വീണ്ടും ഒരു പശുവിനെ ഇതുപോലെ സംരക്ഷിച്ച്, ഒരു ഭാര്യയെ സംരക്ഷിക്കുന്ന പോലെ തന്നെ പശുവിനെ സംരക്ഷിച്ച് അതിനെ വളർത്തിയിട്ട് അതിനെ കുറച്ചു നാളും കൂടെ വെച്ചനുസരിച്ച് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ആ വിവാഹം നടന്നു, ഭാര്യ പിരിഞ്ഞുപോയി എന്നുള്ള യോഗം വന്നു. ഈ ഗോഹത്യാഭാവത്തിന് പരിഹാരമായിട്ട് ഈ പശുവിനെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു യോഗവും അവിടെ ഒത്തുവരുവാണ്. ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഹാരം. ഇതല്ലെങ്കിൽ വേറെ
പശു കുഴപ്പമില്ല. ഈ പശുവാണ് അനീഷിന്റെ ബ്രൈഡ്. നമുക്ക് കാണാം അനീഷ് എങ്ങനെയാണ് ഈ പശുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ബി വിത്ത് us. അപ്പൊ ഇനി എന്താ ഒരുക്കങ്ങളൊക്കെ ഉള്ളത്? കുറച്ച് പൊട്ട് ചാന്തൊക്കെ പൊടിക്കണം, ഒരു പട്ട് പിടിപ്പിക്കണം. നല്ല പരിപാടി, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ദൈവമേ നാരായണ, ദൈവമേ സ്വാമി നാരായണ, ദൈവമേ നാരായണ, ദൈവമേ നാരായണ, ദൈവമേ നാരായണ, കൊടുത്തോളൂട്ടോ. മോളെ നീക്കി എടുത്തോളൂ. കാരോടത്തോ തന്നെത്താനാണ് നോമ്പ് കഴിക്കുന്നത്. ഭാര്യക്ക് കൊടുക്കണില്ലേ, ചോറ് കൊടുക്കണില്ലേ? കഴിച്ചു കഴിഞ്ഞ് കൊടുക്കുന്ന എല്ലാ വിഭവങ്ങളോടും കൂടി ഒരു ഊണാണ് അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ പശുവിന് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാ പശുവായിട്ടുള്ള? അതുണ്ടോ? അതിന്റെ ആവശ്യങ്ങൾ എങ്ങനെയാ? ഫസ്റ്റ് നൈറ്റ് ആയിട്ടൊന്നുമില്ല. പശുവിനെ 4 ദിവസം സംരക്ഷിക്കുക, അതും ദാനം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ ദാനവും ചെയ്യുന്നില്ല. ഹായ് വ്യൂവേഴ്സ്, അനീഷ് തന്റെ ബ്രൈഡിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനീഷിന്റെ ബ്രൈഡ് ഇപ്പോൾ ഒരു കുളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് മീറ്റ് ദം. അനീഷ്, അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. സോ വ്യൂവേഴ്സ്, ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. അനീഷ് സ്വന്തം ബ്രൈഡുമായിട്ട് ഇപ്പോൾ ഹാപ്പിയാണ്. അവരുടെ ഹണിമൂൺ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ആൻഡ് ദിസ് ഇസ് സൂരജ് ഫ്രം കേരള, ഇന്ത്യ.